കൊട്ടിക്കലാശം കൂടി കഴിഞ്ഞതോടെ കടുത്ത ആത്മവിശ്വാസത്തിലാണ്, തികഞ്ഞ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത്. സ്ഥാനാർത്ഥികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ കൂടി ലഭ്യമാകുന്നു. അതിലേക്ക് വലിയ ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരുണ്ടാവും. അതിന്റെ തെളിവാണിത്. ഒരു കാലത്തുമില്ലാത്ത പോലെ ജനങ്ങൾ അത്രമാത്രം, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പിരിയുന്നില്ല. അതാണ് അവരിപ്പോഴും ഈ മഴയും വെയിലും ഒന്നും പ്രശ്നമില്ലാതെ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ആവേശം UDFന്റെ പ്രവർത്തകർക്ക്. തിരിച്ചു പിടിക്കും. അത് വെറുതെ ഒരു തിരിച്ചു പിടിക്കലാവില്ല. മുന്നണി സ്ഥാനാർത്ഥികളും അതുപോലെ PV അൻവറും ഒക്കെ തികഞ്ഞ വിജയപ്രതീക്ഷ ഈ കൊട്ടിക്കലാശം കഴിഞ്ഞുള്ള മണിക്കൂറുകളിലും പങ്കുവെക്കുന്നുണ്ട്. എങ്കിലും അടിയൊഴുക്കുകൾ ആരെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്, ആർക്കാണ് തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വലിയ രാഷ്ട്രീയ ആകാംക്ഷയായി നിലനിൽക്കുന്നു. LDF ക്യാമ്പ് കാര്യങ്ങൾ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരും. UDF ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങളുമായി വിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരും. അതുപോലെ അൻവർ എന്തു പറയുന്നു, NDA ക്യാമ്പിന്റെ പ്രതീക്ഷ എന്താണ് എന്ന കാര്യം സമീർ ബിൻ കരീം നമ്മളോട് പങ്കുവയ്ക്കും. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക് ധർമ്മടം, ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മുതൽ, പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി വന്നത് മുതൽ തന്നെ LDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. പിന്നീട് വന്ന രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞു. സംഘടനാ സംവിധാനം പൂർണ്ണമായി ചലിപ്പിക്കാൻ കഴിഞ്ഞു. അവസാനവട്ട വോട്ടുറപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം ഇടതുമുന്നണി വെച്ച് പുലർത്തുന്നുണ്ട്. അടിയൊഴുക്കുകൾ ആർക്കനുകൂലമായി മാറും എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇടത് ക്യാമ്പ് എത്രത്തോളം പ്രതീക്ഷയും ആത്മവിശ്വാസവും വെച്ച് പുലർത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ? ദീപക് ധർമ്മടം. റീജിത്ത്, കാട്ടുമേഖലകൾ ഉൾപ്പെട്ട നിലമ്പൂരിൽ കാടടച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ 25 നാൾ നമ്മൾ കണ്ടത്. അത് 3 മുന്നണികളും ഒപ്പം PV അൻവറും ആ രീതിയിൽ തന്നെ പ്രചരണം കൊഴിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശത്തിൽ നമ്മൾ ഇടതു ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം വർദ്ധിത വീര്യത്തോടെ ഉയർന്നു എന്നുള്ളതാണ് മനസ്സിലായത്. അതിൽ M സ്വരാജ് നേരത്തെ എത്തി. സ്ഥാനാർത്ഥി ഏതാണ്ട് 4 മണിക്കൂറോളം, 3.5 മണിക്കൂറിലേറെ സ്ഥാനാർത്ഥി അവിടെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഓരോരുത്തരെ ഓരോ ഭാഗത്തായി നിന്ന് അഭിവാദ്യം ചെയ്തു, കൈപിടിച്ചു. അത് കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോൾ അവരെ കയ്യിലേക്കെടുത്തു. ഒരുപക്ഷെ നമ്മൾ വ്യത്യസ്തനായ ഒരു M സ്വരാജിനെയാണ് ഇന്ന് കൊട്ടിക്കലാശത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇടത് ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്ന് കാലത്ത് MV ഗോവിന്ദൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി 24നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, മതേതര ഉള്ളടക്കമുള്ള ഒരു ജനത നിലമ്പൂരിലുണ്ട്, വിശ്വാസികൾ തന്നെ വിജയിപ്പിക്കാൻ തയ്യാറാകുമെന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇടത് ക്യാമ്പ് പൂർണ്ണമായ പ്രതീക്ഷയിലാണ്. ഏതായാലും പ്രചരണം കലാശിച്ചു. ഇനി നാളെ രഹസ്യ പ്രചരണമാണ്. വീട് കയറി വോട്ടുറപ്പിക്കൽ, അവസാനവട്ടം ഉറപ്പിക്കലാണ്. മറ്റന്നാൾ വിധി എഴുതാൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് നിലമ്പൂർ ജനത പോവുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരള രാഷ്ട്രീയം തന്നെ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് ചുരുങ്ങിയ പിന്നിട്ട ദിവസങ്ങൾക്കൊടുവിലാണ് വലിയ ആത്മവിശ്വാസം എല്ലാ മുന്നണികളും പ്രകടിപ്പിക്കുന്നത്. അതിൽ ഒട്ടും കുറവല്ലാത്ത വലിയ വിജയപ്രതീക്ഷ ഇടതുമുന്നണി നിലമ്പൂർ അൻവറിനെ ഒഴിവാക്കിക്കൊണ്ട് നിലനിർത്താനാകും എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാകുമെന്നാണ് ഇടത് ക്യാമ്പ് അവകാശപ്പെടുന്നത്. റിജിത്ത്. ദീപക് ധർമ്മടം, LDFന്റെ പ്രചാരണം നയിച്ചത് മുഖ്യമന്ത്രിയാണ്. അതിൽ ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുമ്പോൾ, ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ, രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ പുറത്തു വന്നു. ആദ്യഘട്ടത്തിൽ ഈ ക്ഷേമ പെൻഷൻ വിഷയമായിക്കോട്ടെ, അതുപോലെ UDFന്റെ ജമാഅത്ത് ബന്ധമായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂടുപിടിപ്പിച്ചതായി നമ്മൾ കണ്ടു. ഇത് ജയിച്ചേ തീരൂ, ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസവും സംഘടനാ സംവിധാനത്തെ അത്രത്തോളവും ചലിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന കണക്കുകൂട്ടലിലേക്ക് LDF ക്യാമ്പ് പോകുന്നുണ്ടോ ദീപക് ധർമ്മടം? റീജിത്ത് പറഞ്ഞത് തന്നെയാണ്. 8 മാസത്തേക്ക് മാത്രമായുള്ള ഒരു നിയമസഭയിലേക്കുള്ള ഒരു എൻട്രി എന്നുള്ളതല്ല നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി കാണുന്നത്. അത് ഭരണ തുടർച്ചയ്ക്ക് 3ാം ടേമിന് വേണ്ടിയുള്ള പച്ചക്കൊടി വീശലായി തന്നെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രചരണമാണ് ഇടതുമുന്നണി നടത്തിയത്. എന്നാൽ അതേസമയത്ത് UDF ആണെങ്കിൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഉറപ്പാക്കൽ, നിലമ്പൂരിനെ തിരിച്ചുപിടിക്കൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഞാൻ ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോടും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോടും സംസാരിച്ചു. ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ ഭരണാനുകാല
അനുകൂല വികാരവും ഭരണ തുടർച്ചയും എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ്. മറ്റൊന്ന്, ഇടതുമുന്നണിയുടെ നിലമ്പൂരിലെ സ്റ്റാർ ക്യാമ്പയിനർ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. 7 പഞ്ചായത്തുകളിലും അദ്ദേഹം കൃത്യമായി ഓരോ കൺവെൻഷനുകളിൽ പങ്കെടുത്തു, അതായത് വലിയ റാലികളായിരുന്നു. ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഈ സ്ത്രീകളുടെ മുസ്ലിം ജനപ്രാതിനിധ്യം മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേറി, അത് കൃത്യമായ സൂചനയാണ്. പ്രത്യേകിച്ചും ജമായത്ത് ബാന്ധവം UDF ഉണ്ടാക്കിയപ്പോൾ അതിന് തിരിച്ചടി നൽകാൻ മതേതര മുസ്ലിങ്ങൾ തയ്യാറാകുന്നു എന്നുള്ള ഒരു സൂചന നൽകുകയാണ്. അപ്പോൾ രാഷ്ട്രീയം വളരെ കൃത്യമായി പറഞ്ഞു പോവുക എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണി ലക്ഷ്യം വെച്ചത്. മറ്റൊന്ന്, ഭരണ തുടർച്ചയ്ക്കുള്ള ഒരു പച്ചക്കൊടി വീശൽ, അത് നിലമ്പൂരിൽ നിന്നും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യം വെച്ചത്. അത്തരമൊരു ആത്മവിശ്വാസം നിലമ്പൂരിലേത് അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് മുന്നണികൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രശ്നങ്ങളടക്കം, വികസന വിഷയങ്ങളടക്കം, വികസന പദ്ധതികളടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട്, ഒപ്പം തന്നെ മറ്റു ചില വിവാദങ്ങളുമൊക്കെ കളം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണം. അതിനുശേഷം ഇനി ഒരു ദിവസത്തിന്റെ മാത്രം മണിക്കൂറാണ് ബാക്കിയുള്ളത്. അതിനുശേഷം നിലമ്പൂർ വിധി എഴുതാൻ പോകുന്ന ആർക്കൊപ്പമായിരിക്കും നിലമ്പൂർ എന്നത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്.